പാർട്ടിക്കാർ ആരെങ്കിലും ചെയ്തു എന്ന് കരുതി പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പൂക്കട ഗൂഢാലോചന ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ജോസി ചെറിയാനെതിരെ കോടതി വളരെ കർശനമായ നിലപാട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന ആംഗിൾ എന്നുള്ളത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അഭിലാഷേ, എനിക്ക് പ്രകാശം മാഷെ കുറിച്ച് ആലോചിച്ചിട്ട് സഹതാപം തോന്നുകയാണ്. ഈ CPM നേതാക്കന്മാർ അവരിപ്പോഴും ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ, ഒന്ന് അവർ പറഞ്ഞത്, മാഷ് പറഞ്ഞത് ഇപ്പം ഞങ്ങളെ കുറേ ആളുകൾ കൊല ചെയ്തിട്ടുണ്ട്, സുധീഷിൻ്റെ ഉൾപ്പെടെ. സുധീഷിനൊക്കെ കൊല ചെയ്തപ്പോൾ ഞാൻ ആ പാർട്ടിയിലായിരുന്നു, ഞാൻ SFIൻ്റെ ഇത് ഞാൻ അവിടെ പോയ ആളാണ്, ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ആ പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ മാഷേ, അങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഇത്രയേറെ കൊലയാളികൾ, പിന്നെ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്ത ഒരു പാർട്ടി, നിങ്ങൾക്ക് മറ്റൊരാളെ കൊല്ലാൻ എന്ത് ലൈസൻസാണ് ഉള്ളത്? അതുകൊണ്ട് മറ്റൊരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ, അല്ലെ മറ്റൊരാളെ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് എന്നാണോ മാഷ് പറയുന്നത്? അങ്ങനെ ചെയ്ത പാർട്ടിക്ക് പിന്നെ ഇതൊക്കെ ചെയ്യാൻ വീണ്ടും അവകാശമുണ്ട് എന്നതാണോ മാഷ് പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. മറ്റൊന്ന്, മാഷ് പറഞ്ഞു പിന്നെ ഇത് കൊലയാളികളെ പ്രോസിക്യൂട്ട് ചെയ്യല, ഈ കേസിലെ ജോസി ചെറിയാനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി തീരുമാനിച്ചത്. മാഷ കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഒന്നുകൂടെ വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്ന്, ഈ ജോസി ചെറിയാൻ എതിരെ അല്ലെ അന്നത്തെ വിചാരണ കോടതിയിൽ അന്നത്തെ കേസ് നടത്തിയ ഈ പോലീസുകാർ, അന്ന് നമുക്കറിയാം അന്വേഷണ സംഘം എത്ര സാഹസികമായിട്ടാണ് ആ കേസ് അന്വേഷിച്ചതെന്നും ഈ പോലീസുകാർക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണമാണ് CPMകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നും നമ്മൾ മറന്നിട്ടില്ല. ഈ ജോസി ചെറിയാനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നേരത്തെ ഈ പാർട്ടി മുന്നോട്ട് പോയിരുന്നത്. കാരണം എല്ലാ ആളുകളും അത്ര സാഹസികമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചത്, അതിൻ്റെ കൊലയാളികളെ പിടിച്ചത്, അവരുടെ ഭാര്യമാരെ, അവരുടെ കുട്ടികളെ, അവരുടെ കുടുംബത്തെയൊക്കെ വലിയ തോതിലുള്ള അറ്റാക്ക് ചെയ്തിട്ടാണ് അന്ന് ആ പാർട്ടി പോയത് എന്നുള്ളത് നമ്മൾ മറന്നിട്ടില്ല. പോട്ടെ, അത് ആ പാർട്ടി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ജോസി ചെറിയാനെതിരെ ഈ തരത്തിലേക്കുള്ള ഗൂഢാലോചന നടത്തി എന്നതാണ് ഇവർ പറയുന്നത്. അവിടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോടതി നിരീക്ഷിച്ചു എന്നുള്ളത്. കോടതി പറഞ്ഞത് എന്താ? അത് ഹൈക്കോടതി വിചാരണ കോടതിയിൽ അത്തരത്തിലുള്ളൊരു കേസ് ഇവർ ഫയൽ ചെയ്തു. വിചാരണ കോടതി അത് പരിശോധിച്ചപ്പോൾ വിചാരണ കോടതി പറഞ്ഞു, ഞങ്ങളെ ഇവിടെ ഈ കേസ്, ഇവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കേസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. വിചാരണ കോടതി അത് തള്ളി. അതിനുശേഷം അവർ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് കേസ് പരിശോധിച്ചു. കേസ് പരിശോധിച്ചത് പറയും, ഞങ്ങളുടെ പരിധിയിലുള്ള ഒരു കേസല്ല ഇത് വിചാരണ കോടതി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് താഴത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും വിചാരണ കോടതി അത് പരിശോധിക്കട്ടെ, സത്യം പുറത്തു വരും, ഒരു സംശയവുമില്ല മാഷേ. അതിലെന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള സത്യം പുറത്തു വരും എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ വിചാരണ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കാനേ ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഞാനില്ല, അത് പരിശോധിക്കട്ടെ. ഇതിനകത്തെ ഗൂഢാലോചനയിൽ മോഹനൻ രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണെന്നത് ഇത്തരത്തിലുള്ള ചില സാങ്കേതികമായ കാരണങ്ങൾ. കാരണം കോടതിക്ക് തെളിവാണ് ആവശ്യം, സത്യമല്ല. ആ സത്യമാണെങ്കിൽ പോലും ആ സത്യം തെളിയിക്കാൻ ആവശ്യമായ തെളിവാണ്. ഞാനതാണ് പറഞ്ഞത്, ഈ തെളിവ് കൊടുക്കാൻ സാക്ഷികൾക്ക് പോലും ഭയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 52 സാക്ഷികൾ മൊഴി മാറിയത്. ഇവരുടെ ഭീഷണി ജീവിക്കാൻ പിന്നീട് മൊഴി കൊടുത്ത് കോടതിയിൽ വന്ന് ഈ സാക്ഷികൾ, പ്രത്യേകിച്ചും മോഹനൊക്കെ എതിരെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ സാക്ഷി പിന്നീട് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? നമുക്കറിയില്ലേ ഈ ചന്ദ്രശേഖരനെ കൊന്ന പാർട്ടി എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക എന്നത്. സ്വന്തം കുടുംബത്തിനെ, സ്വന്തം ആളുകളുടെയൊക്കെ ഭയമുള്ള ആളുകൾ അതിന് നിന്നിട്ടില്ല, തയ്യാറായിട്ടില്ല. ഞാനതാ പറയുന്നത്, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ടു പോയത് കൊണ്ടാണ് എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് കാര്യം പറഞ്ഞു മാഷേ, ഇത് പാർട്ടി ആരോ ചെയ്തു. മാഷേ, എന്തിനാണ് ചന്ദ്രശേഖരനെ പിന്നെ കണ്ണൂരുള്ള ഇപ്പോഴും വീണ്ടും 2 പേരെ കൂടി പുതുതായി കൂട്ടിച്ചേർത്തല്ലോ, 2 CPM നേതാക്കന്മാർ. ഇവരൊന്നും പാർട്ടിക്കാരല്ലേ? മാഷ് എന്താ പറയുന്നത്? പാർട്ടിക്ക് ഇതിനകത്ത് പങ്കില്ല. ഇപ്പോൾ CPMൻ്റെ ഉന്നതരായ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന, വൈസ് പ്രസിഡന്റ് ആയിരുന്ന KK കൃഷ്ണൻ ഏറ്റവും ഉന്നതനായിരുന്നല്ലോ. ആ ഏരിയ കമ്മിറ്റി മെമ്പർമാർ പാർട്ടിയല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞനന്തൻ കണ്ണൂരുള്ള ഏറ്റവും പ്രധാനമായിരുന്നോ പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ എത്ര പുകഴ്ത്തിയാണ് കുഞ്ഞനന്തനെയൊക്കെ സംസാരിച്ചത്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയായിരുന്ന, കൊലയാളിയായിട്ട് ജയിലിലുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ജാഥ നടത്തുമ്പോൾ മുൻപന്തിയിൽ നിന്ന് നടത്തിച്ച ആ പ്രധാനപ്പെട്ട ആള് CPM അല്ലേ?
പിന്നെ എങ്ങനെയാ CPM പങ്കില്ല എന്ന് താങ്കൾ പറയുന്ന? ഇപ്പോഴും കോടതി, അദ്ദേഹം മരണപ്പെട്ടിട്ട് പോലും കോടതി നിരീക്ഷിച്ചത് എന്താണെന്ന് അറിയുമോ? അവർ കുഞ്ഞനന്തൻ്റെ ഭാര്യയ്ക്ക് അപ്പീലിൽ കക്ഷിയായപ്പോൾ കുഞ്ഞനന്തനെ ഉൾപ്പെടെ ശിക്ഷ സ്ഥിരീകരിക്കുകയും ഇതിൻ്റെ പിഴ കുഞ്ഞനന്തനെ കുടുംബം കൊടുക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. അത്ര ശക്തമായിട്ട് CPM പങ്ക് കോടതി നിരീക്ഷിച്ചൊരു കേസാണ്. പിന്നെ മാഷ് പറഞ്ഞ മറ്റൊരു കാര്യം, ചന്ദ്രശേഖരൻ എന്താ ക്രിമിനൽ കേസിൽ? ഏത് ക്രിമിനൽ കേസായിരുന്നു മാഷേ ഉണ്ടായിരുന്നത്? ഒന്ന് തെളിയിക്കാമോ? ചന്ദ്രശേഖരനെ രമയ്ക്ക് അറിയാമെന്നാണ് മാഷ് പറഞ്ഞത്. ഏത് ക്രിമിനൽ കേസാണ് ഉണ്ടായിരുന്നത്? ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. അറിയാമോ താങ്കൾക്ക്? ഒരു പെറ്റി കേസ് പോലും ചന്ദ്രശേഖരൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിരുന്നില്ല. അത് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ കോടതിയിൽ തെളിയിച്ചേനെ. അത് ഈ ക്രിമിനലാണിത് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോൾ കോടതിയിൽ ഇത്തരം രേഖകളൊക്കെ കൊടുത്തേനെങ്കിൽ. ഇതൊക്കെ CPM ഇപ്പോഴും ഇങ്ങനെ, ഇതാണ് ഞാൻ പറയുന്നത്, മാഷോടൊക്കെ സഹതാപം തോന്നുന്നു. മാഷെ പോലെയുള്ള CPM ഒരു പ്രധാനപ്പെട്ട ആള് കുറച്ചുകൂടി സൗമ്യമായിട്ട് ഇത്തരം ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരാളെയൊക്കെ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയതാണ്. നിങ്ങൾക്കതേ രക്ഷയുള്ളൂ, ഒരു സംശയമില്ല. കാരണം പാർട്ടിയെ ന്യായീകരിച്ച് ഈ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞു. ഇനി ഈ പാർട്ടിയൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മനുഷ്യത്വമുള്ള പാർട്ടി ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുണ്ടോ? ഒരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ എന്തിനാണ്? രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു പാർട്ടി. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മരിച്ചു വീണ് പിറ്റേ ദിവസം കൂലംകുത്തിയാണെന്ന് പറയാൻ ഒരു പ്രയാസവുമില്ലാതിരുന്നല്ലോ. ഏത് മനുഷ്യത്വത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക? ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ്? കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ എന്തായിരുന്നു ആ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളതാണ് അല്ലേ? കമ്മ്യൂണിസം എങ്ങനെയാണ് അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ അന്യൻ്റെ ശബ്ദം ഇതേപോലെ നിലച്ചിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അന്യരൊരു പാർട്ടി ഉണ്ടാക്കിയ അന്യരല്ല, സ്വന്തം കുടുംബത്തിലുള്ള ആൾ ആണല്ലോ ഞങ്ങളൊക്കെ. ഈ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വിയർപ്പൊഴുക്കി ചോര കൊടുത്ത് വളർത്തിയെടുത്ത പാർട്ടിയാണ്. എൻ്റെ അച്ഛനെ പോലുള്ള നിരവധി സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ അവരൊക്കെ ചോര കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടിയാണ് മാഷേ ഇത്. ആ പാർട്ടിയിലുള്ള ആളെയാണ് നിങ്ങൾ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത്. നിങ്ങൾ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എത്ര വർഷം? 2009 മുതൽ ഗൂഢാലോചന നടക്കുകയാണ്. അതൊക്കെ കോടതി തെളിയിച്ചു. ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ഗൂഢാലോചനയുടെ നാൾവഴികൾ കോടതി, നിങ്ങൾ ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ വെറുതെയല്ല അതൊന്നും. ഇതൊക്കെ കോടതിക്ക് മനസ്സിലായി. പൊതുസമൂഹം, ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇനിയും ഇത് ന്യായീകരിക്കാൻ പെടരുത് എന്നതാണ് മാഷെ പോലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ ജനങ്ങൾ ഇതുവരെ വിലയിരുത്തിയതാണ്, ഇനിയും ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നത് തന്നെയാണ് അഭിലാഷ് എനിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി രമ.